ഷീജാവധം അധ്യായം 9 ക്രൈം ത്രില്ലർ. പോസ്റ്റ്മോർട്ടത്തിൽ മൃതദേഹത്തിന് ഒരു 12 മണിക്കൂറെങ്കിലും പഴക്കമുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ശരീരത്തിലെ സ്രവങ്ങൾ പുറന്തള്ളപ്പെടുക. ഒരാൾ മരിച്ച് ആദ്യത്തെ 1 മണിക്കൂറിനുള്ളിൽ ശരീരം ബലം വച്ച് തുടങ്ങും. അതുകൊണ്ടാണ് മരിച്ചയുടൻ താടി വലിച്ചു കെട്ടുന്നതും പിന്നെ കണ്ണുകൾ തിരുമ്മി അടയ്ക്കുന്നതുമൊക്കെ. പിന്നെ ശരീരം കല്ലിച്ച് അത് കഴിഞ്ഞ് മിനിമം 12 മണിക്കൂർ കഴിയുമ്പോൾ ശരീരം അഴുകി തുടങ്ങുന്നതിൻ്റെ ലക്ഷണമായി ശരീരം മുഴുവനായിട്ടും ഒന്ന് ലൂസാവും. അങ്ങനെ ശരീരം മാറിയിട്ടുണ്ടായിരുന്നു ആശുപത്രിയിലെത്തുമ്പോൾ. എടോ, അതിൻ്റെ അർത്ഥം ഷീജയുടെ മരണം മുൻപ് സംഭവിച്ചു എന്നല്ലേ? അതെ സാർ, പക്ഷെ പോലീസ് റിപ്പോർട്ടിൽ അത് കാണുന്നുമില്ല. പോലീസ് റിപ്പോർട്ടിൽ വൈകുന്നേരം 4-നും 5-നും ഇടയിലാണ് മരണം. അതുകൂടാതെ ഒരു പ്രശ്നം കൂടിയുണ്ട് സാർ. എന്താണത്? വൈകുന്നേരം മരണം സംഭവിച്ചാൽ അത് അടുത്ത ദിവസമാണ് പോസ്റ്റ്മോർട്ടം ചെയ്യാറുള്ളത്. അതിന് എത്ര VVIP ആണെങ്കിലും. പക്ഷേ ഇത് അന്ന് രാത്രി തന്നെ പോലീസ്, കൗൺസിലർ എന്നിവർ എത്തി ശാന്തി കവാടത്തിൽ കത്തിച്ചു. പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കത്തിച്ചതുകൊണ്ട് തന്നെ റീപോസ്റ്റ്മോർട്ടം ചെയ്യാനും പറ്റില്ല. അപ്പോൾ ആരാണ് ഐശ്വര്യ ഷീജയെ ഇത്രയേറെ പേടിച്ചിരുന്നത്? അതെ സാർ, അവളുടെ മരണത്തെ പോലും ആരോ നന്നായി ഭയന്നിരുന്നു. ഐശ്വര്യ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുള്ള ഫയൽ ലാപ്ടോപ്പിൽ നിന്നും തുറന്നു. സർ, ഷീജ ഒരു മദ്യപാനിയായിരുന്നില്ല. അവളെ അങ്ങനെ കണ്ടതായിട്ട് ആരും ഓർക്കുന്നുമില്ല. പക്ഷേ അവൾ മരിക്കുമ്പോൾ 95% ആൽക്കഹോൾ അവളുടെ ശരീരത്തിലുണ്ടായിരുന്നു. അതുമാത്രമല്ല, ദഹിക്കാത്ത ഖരാവസ്ഥയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും ഉണ്ടായിരുന്നു. അന്ന് വീട്ടിൽ തീ കത്തിച്ചതിൻ്റെയോ അല്ലെങ്കിൽ ഭക്ഷണം പാകം ചെയ്തതിൻ്റെയോ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങളും അന്ന് അവിടെ ഉണ്ടായില്ല. അപ്പോൾ പോയിന്റ് നമ്പർ 1, മദ്യവും ഭക്ഷണവും, പുറത്തുനിന്നുള്ള ഭക്ഷണം, ഇത് രണ്ടും. അതെ സർ, ആ ഏരിയയിൽ പുറത്തുനിന്നും ഭക്ഷണങ്ങൾ കൊണ്ടുവരാനുള്ള ഓൺലൈൻ ആപ്പുകളൊന്നും ഇല്ല. അപ്പോൾ ആരോ ഒരാൾ ഭക്ഷണവും മദ്യവുമായി അവിടെ എത്തിയിട്ടുണ്ട്. അത് ഷീജയ്ക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാൾ. അമ്മയും മകളും മാത്രമാണ് ആ വീട്ടിൽ താമസം എന്നല്ലേ പറഞ്ഞത്? അതെ സർ, അവർ എപ്പോഴും വഴക്കായിരുന്നു. അടുത്തുള്ളവർ ഇടപെട്ടാൽ അവർക്കും നല്ലോണം കേൾക്കും. അതുകൊണ്ട് തന്നെ ആരും ശ്രദ്ധിക്കാറില്ല. എടോ, ഈ ഷീജയുടെ അമ്മയെ പൊക്കാനൊന്നും എന്താ വഴി? സർ, അത് റിസ്ക്കാണ്. അവർ അവിടെ പോകുന്നു, എന്തൊക്കെ ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് കുറേ ആളുകളുണ്ട്. ഒരു സിമ്പതിയുടെ പുറത്തുള്ള നടപ്പാണിപ്പോൾ അവരുടെ. എടോ, ഈ ഷീജ മരിച്ചു കിടന്ന ഇടത്തു നിന്നും ഫോട്ടോ ഞാൻ നോക്കി. അതിൽ വലിയ പിടിവലി നടന്ന ലക്ഷണങ്ങളൊന്നും കാണാനില്ലല്ലോ. ഇല്ല സർ, പക്ഷെ മരിക്കുന്നതിന് മുൻപ് ലൈംഗികമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നാളെ നമുക്ക് ആ ബിലാലിനെ ഒന്ന് കണ്ടാലെന്നാ? കാണാം സർ. നാളെ ഡ്യൂട്ടി ആയതുകൊണ്ട് തൽക്കാലം ലീവ് എടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ താൻ ഇന്ന് പോകണ്ട. നമുക്ക് കുറച്ചുകൂടി ഡിസ്കസ് ചെയ്തിട്ട് നാളെ രാവിലെ കാണാം. ഓക്കെ, സാറിൻ്റെ ഇഷ്ടം പോലെ. പക്ഷേ എനിക്കൊന്ന് ഫ്രഷ് ആവണം. അതിന് ഡ്രസ്സ് താൻ ഫ്രഷ് ആയിക്കോ. തൽക്കാലം ഒരു ലുങ്കിയും മനിനും മതിയെങ്കിൽ ഇവിടെ ഉണ്ട്. അവളൊന്ന് ചിരിച്ചു. ഒരു ഡിമാൻഡും ഇല്ല സർ. ഐശ്വര്യ കുളിമുറിയിൽ കയറിയപ്പോൾ സത്യൻ ഒരു സിഗരറ്റിന് തീ കൊളുത്തി. പുറത്ത് അപ്പോഴും നല്ല മഴയാണ്. ഒരു നിഴൽ ജനലിൽ കണ്ടു. സത്യൻ അങ്ങോട്ട് നോക്കി. ആ രൂപം അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. സത്യൻ പോക്കറ്റിലെ തോക്കിൽ തലോടി. അത് അവിടെ നിന്നെന്ന് ഉറപ്പുവരുത്തി. സത്യം കണ്ടു എന്ന് ഉറപ്പുള്ളത് കൊണ്ടാവാം ആ രൂപം പതിയെ അവിടെ നിന്നും മറഞ്ഞു. എമർജൻസി ടോർച്ച് അടിച്ചു നോക്കിയെങ്കിലും അത് കത്തുന്നുണ്ടായിരുന്നില്ല. ടോർച്ച് ചാർജ് ചെയ്യാൻ കുത്തിവെച്ച് കുളിമുറിയിൽ നിന്നും വെള്ളം നിലത്തേക്ക് വീഴുന്ന ശബ്ദം കേട്ടു. ഭക്ഷണം ഓർഡർ ചെയ്യാൻ ഓൺലൈൻ ആപ്പിൽ നോക്കിയപ്പോൾ ഒരു ആപ്പും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഐശ്വര്യ കുളി കഴിഞ്ഞ് എത്തിയിരുന്നു. അവളുടെ വേഷം കണ്ട് അയാൾക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. എടോ, ഞാനും നീയും സംസാരിക്കുന്നു നോക്കി ഒരാൾ നിൽപ്പുണ്ടായിരുന്നു. ആര്? ആരോ ഒരാൾ. വല്ല കള്ളന്മാരും ആയിരിക്കും. ഇവിടെ ആരും ഇല്ല എന്നിരുന്നതല്ലേ, അതുകൊണ്ട് വന്ന് നോക്കിയതാവും. എനിക്കെന്തോ പേടി തോന്നുന്നുണ്ട് സാറേ. ശ്രദ്ധിക്കണം ഐശ്വര്യ. അപ്പം നാളെ നമ്മൾ ബിലാലിനെ കാണാൻ പോകുന്നു. ഇന്ന് രാത്രി നമ്മൾ പട്ടിണിയാവുമെന്നാണ് തോന്നുന്നത്. ഹേയ്, ഒരിക്കലും ഇല്ല സർ. ഞാനുള്ളപ്പോൾ എന്തിനു പേടിക്കണം? അവൾക്ക് ശരിക്കും അവിടെ പരിചയമുള്ളത് പോലെയായിരുന്നു. അടുക്കളയിൽ അവളൊന്ന് കയറിയപ്പോൾ ഒരു പെണ്ണ് SIയിൽ നിന്നും ഉത്തരവാദിത്തമുള്ള വീട്ടമ്മയിലേക്ക് വലിയൊരു മാറ്റമായിരുന്നു. രാഗിയാണെങ്കിൽ അടുക്കളയ്ക്ക് തിരിഞ്ഞു പോലും നോക്കുകയില്ല. ഇതങ്ങനെ പറ്റില്ലല്ലോ. അടുക്കളയിൽ ഐശ്വര്യയോടൊപ്പം എല്ലാത്തിനും സഹായിച്ചു. തികച്ചും അവളും അതൊക്കെ ആസ്വദിക്കുന്നുണ്ട് എന്ന് തോന്നി.
ഫോൺ ബെല്ലടിച്ചപ്പോൾ വല്ലാത്തൊരു ഞെട്ടലായിരുന്നു സത്യന്. രാഗിയാണ് ലെനി. അവൾ ഈ സമയത്ത് എന്താണ്? ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഏട്ടാ, അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. എപ്പോഴാണ് അവിടെ എത്തിയത്? എന്താ വിളിക്കാത്തത്? ഞാൻ കുറച്ച് നേരമായിടെ. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. ഒറ്റയ്ക്കാണോ അവിടെ? ഞാൻ എത്ര പറഞ്ഞതാ സത്യേട്ടാ, ഞാനും മോനും വരാമെന്ന്. ആ, ഒറ്റയ്ക്കല്ലാതെ പിന്നെ ആര്? നിനക്കറിയാലോ രാഗി ഇവിടുത്തെ അവസ്ഥ. നിന്നെയും മോനെയും കൂടി ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പോൾ ഞാനെങ്ങനെയാണ്? ഐശ്വര്യ സത്യനെ ഒന്ന് നോക്കി. എന്നാ ശരി, നീ വെച്ചോ. സത്യൻ ഫോൺ വെച്ചപ്പോൾ ഐശ്വര്യ അയാളെ നോക്കി. സാറെന്തിനാണ് തനിച്ചാണെന്ന് പറഞ്ഞത്? ആ ബെസ്റ്റ്. ഇല്ലേ കൂടെ ഐശ്വര്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഞാനും അവൾ ഒരുമിച്ചാണ് എന്ന് പറഞ്ഞാൽ ഏത് പെണ്ണാ സമ്മതിക്കുക? തൻ്റെ കെട്ടിയവനാണെങ്കിൽ, കല്യാണം കഴിഞ്ഞതാണെങ്കിൽ താൻ സമ്മതിക്കുമോ? ഓ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് കല്യാണം വേണ്ടെന്ന് ഞാൻ വെച്ചത്. സത്യത്തിൽ തൻ്റെ ലൈഫാണ് രസം. ആരെയും നോക്കണ്ട, പേടിക്കണ്ട. വെറുതെയാണ് സർ. ജീവിതത്തിൽ ഒറ്റപ്പെടുമ്പോൾ മാത്രമേ അതിൻ്റെ ഭീകരത മനസ്സിലാവൂ. ഒരു പാത്രത്തിൽ വിളമ്പിയ ഗ്രീൻ പീസിൽ മുട്ട ചിക്കിയത്, ആവി പറക്കുന്ന കട്ടൻ ചായ. രണ്ടാളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഐശ്വര്യ ലാപ്ടോപ്പ് തുറന്ന് അതിൽ നിന്നും ഒരു വീഡിയോ തുറന്ന് സത്യനെ നേരെ കളിച്ചു. പ്രകൃതി വിരുദ്ധ പീഡനം, അത് ഒരു പയ്യൻ, ആടിനോടാണ്. ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർ നിർത്തിയ തെളിവുകളിലൊന്നാണ്. എടോ, ക്യാമറ ദൃശ്യങ്ങളും ഡിജിറ്റൽ തെളിവുകളും 2ാം കാറ്റഗറിയിലെ? അതെ സർ, പക്ഷേ ഇത് അവൻ്റേതല്ല. അതെങ്ങനെ നിനക്കറിയാം? സർ, ഈ വീഡിയോ 1-ലധികം തവണ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എടോ, അതുകൊണ്ട് മാത്രം ഈ വീഡിയോ അവൻ്റേതല്ല എന്ന് പറയാൻ കഴിയുമോ? ഒരിക്കലും ഇല്ല സർ. ഈ വീഡിയോ ഒന്നും സൂക്ഷിച്ചു നോക്കാമോ? ഇതിലെ മുഖം ബിലാലിൻ്റെ മുഖം തന്നെയാണോ, അതോ AI നിർമ്മിതമാണോ? കോടതി ഇത് സൂക്ഷ്മമായി നിരീക്ഷണം നടത്തിയിട്ടുണ്ടാവില്ലേ? ഒരു ബംഗാളിയല്ലേ സർ? അവന് വേണ്ടി ആരാണ് സർ ക്രോസ് ചെയ്യാൻ വരിക? അവനെ ആരാണ് സർ സംരക്ഷിക്കാൻ വരിക? അപ്പോൾ നാളെ നമുക്ക് ജയിലിൽ അവനിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ അറിയണം, അല്ലേടോ? അതെ സർ. അപ്പോൾ ഗുഡ് നൈറ്റ്. തനിക്ക് പേടിയുണ്ടോ ഐശ്വര്യ ഒറ്റയ്ക്ക്? അവൾ അയാളെ നോക്കിയൊന്ന് ചിരിച്ചു. സാർ എന്തിനെയോ വല്ലാതെ ഭയക്കുന്നുണ്ട്. താൻ ശ്രദ്ധിച്ചോന്നറിയില്ല, നമ്മൾ റെയിൽവേയിൽ ഇറങ്ങിയതിന് ശേഷം ആരോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരു പ്രീമിയം വെള്ളമാരുതി അൾട്ടോ 800 അല്ലേ സർ? KL 016330. താനെങ്ങനെ കണ്ടു? ഒരു പോലീസുകാരി ആയിപ്പോയില്ലേ സർ? പിന്നെ ആ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ആള് തന്നെയല്ലേ കണ്ണാടിയിലൂടെ എങ്ങോട്ട് നോക്കിയത്? സത്യൻ ശരിക്കും ഞെട്ടിപ്പോയി. താൻ കരുതിയതിലും എത്രയോ വലുതാണ് ഐശ്വര്യയുടെ ചിന്തകൾ. അവളോട് ഗുഡ് നൈറ്റ് പറഞ്ഞ് മുറിയിലേക്ക് നടക്കുമ്പോഴും തങ്ങളെ അറിയാതെ പിന്തുടർന്ന അയാൾ ആരായിരുന്നു എന്നതായിരുന്നു സത്യൻ്റെ ചിന്ത. ചിന്തിച്ച് ആലോചിച്ച് കിടന്നു. എപ്പോഴാണ് ഉറങ്ങിയത് എന്നൊന്നും അറിയില്ലായിരുന്നു. രാവിലെ ഐശ്വര്യ വിളിച്ചുണർത്തിയപ്പോഴാണ് സത്യൻ എഴുന്നേറ്റത്. ശരിക്കും അവളെ കണ്ട് അയാൾ ഞെട്ടിപ്പോയി. കുളിച്ച് ഈറനണിഞ്ഞു നിൽക്കുന്ന ഐശ്വര്യ, കയ്യിൽ ബെഡ് കോഫി. ശരിക്കും വല്ലാത്തൊരു അനുഭവം തന്നെ. ഇവളായിരുന്നു തൻ്റെ ഭാര്യയെങ്കിൽ എന്ന് ഓർത്തുപോയി. പക്ഷേ രാഗിയെയും മോനെയും കുറിച്ച് ഓർത്തപ്പോൾ വേണ്ടാത്ത ചിന്തകളാണ് എന്ന് തോന്നി. സാർ ചിന്തിച്ച് കാട് കയറുന്നുണ്ടോ? ഏയ് ഇല്ലടോ, ഞാൻ ചുമ്മാ. കോഫി കുടിച്ചു കഴിഞ്ഞ് സത്യൻ പെട്ടെന്ന് തന്നെ റെഡിയായി. ഇരുവരും ട്രെയിനിലായിരുന്നു യാത്ര. ഐശ്വര്യ സത്യനോട് ചേർന്നിരുന്നു. ജയിലിനുള്ളിൽ ബിലാലിനെ കാണാൻ വേണ്ടി കാത്തുനിന്നപ്പോൾ സത്യൻ്റെ ഹൃദയം വല്ലാതെ പിടച്ചു. പതിയെ അവൻ നടന്നു വരുന്നത് കാണാമായിരുന്നു. ഇതുവരെ ചേർത്ത് വെച്ച മനോധൈര്യം ഒന്നാകെ ചോർന്നു പോകുന്നത് പോലെ. തൻ്റെ ഭാവവ്യത്യാസം കണ്ടതുകൊണ്ടാവണം ഐശ്വര്യ സത്യൻ്റെ കയ്യിൽ ഒന്നമർത്തി. സത്യൻ അവനെ നോക്കി. അബ് കൈസ ഹൈ ഭായ്? അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൻ അയാളെ നോക്കി. സാർ മലയാളത്തിൽ ചോദിച്ചാൽ മതി, ഞാനെല്ലാം മലയാളത്തിൽ പറയാം. ബിലാൽ, ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നതല്ല, സഹായിക്കാൻ വന്നതാണ്. പറയൂ, അന്ന് എന്താണ് സംഭവിച്ചത്? സാർ, ഞാൻ നാട്ടിലായിരുന്നു. നിങ്ങൾ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഷീജയെ ബിലാലിന് അറിയാമോ? അറിയാം സാർ. അവരുടെ വീടിൻ്റെ അടുത്ത വീട്ടിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. അവർ നിങ്ങളോട് എങ്ങനെയായിരുന്നു? എനിക്ക് അവരാരൊക്കെയോ ആയിരുന്നു സാർ. അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ അവരങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുമോ സാർ? എങ്ങനെയൊക്കെ? പ്രിയപ്പെട്ടവരെ, ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. ഷീജ കേസിൻ്റെ ഏറ്റവും നിർണായകമായ അധ്യായങ്ങളിലൂടെയാണ് ഇനി കടന്നു പോകുന്നത്. എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമൻറ്റായി രേഖപ്പെടുത്താനും മറക്കരുത്. നാളെ വീണ്ടും പുതിയൊരു അധ്യായമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ല നമസ്കാരം.